ഈ നല്ല സാവകാശത്തിൽ നമുക്ക് ഒരുമിച്ച് ഈ സുവിശേഷ യോഗമായി ഈ അനുഗ്രഹിക്കപ്പെട്ട ഭവനത്തിൻ്റെ അഗണത്തിൽ കൂടി വരുവാൻ വിലപ്പെട്ട അവസരം കർത്താവ് നമുക്ക് നൽകിയല്ലോ. പാമ്പാടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അഗാപ്പെ പ്രേയർ സെൻ്ററിൻ്റെ നേതൃത്വത്തിലാണ് ഈ ദേശത്ത് ഈ സുവിശേഷ യോഗം ക്രമീകരിക്കുവാനിടയായത്. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിപ്പീൻ എന്ന് അരുളി ചെയ്ത യേശു കർത്താവിൻ്റെ ദിവ്യ കൽപ്പന പ്രകാരമാണ് ഞങ്ങൾക്ക് ഈ ദേശത്ത് കടന്നു വരുവാൻ കഴിഞ്ഞിരിക്കുന്നത്. ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയ നിയോഗത്തിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട ദേശം സുവിശേഷ യോഗത്തിന് വേണ്ടി സെലക്ട് ചെയ്യുവാനും ഈ നല്ല ദിവസത്തിൽ ഈ ദേശത്ത് കടന്നു വന്ന് ഞങ്ങൾക്ക് ടീമായിട്ട് പ്രാർത്ഥിക്കുവാനും ദൈവത്തെ ആരാധിപ്പാനും ദൈവവചനങ്ങൾ ചിന്തിപ്പാനും ഈ മനോഹരമായ അവസരങ്ങൾ ലഭ്യമാകുന്നു. അനവധി വർഷങ്ങൾക്ക് മുമ്പ് പരസ്യയോഗവുമായി ബന്ധപ്പെട്ട് ഈ ദേശം പരിചയപ്പെടുവാനും ഈ ദേശത്ത് കടന്നു വന്ന് പ്രിയ സനോജിൻ്റെ ഈ ഭവനത്തിൻ്റെ മുറ്റത്ത് അനവധി പരസ്യയോഗങ്ങൾ നടത്തുവാൻ അവസരം ലഭ്യമായിട്ടുണ്ട്. കടന്നു വരുന്ന സമയത്തൊക്കെ സന്തോഷത്തോടെ ഈ കുടുംബം സ്വീകരിക്കുകയും ഈ മുറ്റത്ത് നിന്ന് ഈ ദേശത്തോട് അനവധി പ്രാവശ്യം അനവധി ദൈവദാസന്മാരിലൂടെ സുവിശേഷ സന്ദേശം അറിയിപ്പാനും അവസരം ലഭ്യമായിട്ടുണ്ട്. വന്ന സമയം മുതൽ ഞങ്ങൾക്ക് മനസ്സിലായത് ഈ ദേശം സുവിശേഷത്തെ സ്നേഹിക്കുന്ന ദേശമാണ്. ഈ ദേശത്തുള്ളവരെല്ലാം നന്നായി സപ്പോർട്ട് ചെയ്യുകയും യേശു കർത്താവിനെ സ്നേഹിക്കുന്ന സുവിശേഷത്തെ സ്നേഹിക്കുന്ന നല്ല ദേശമാണ്, നല്ല ദേശനിവാസികളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് യേശു കർത്താവിനാൽ ഈ ദേശം അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പല ദൈവദാസന്മാർ, പല ടീം അംഗങ്ങൾ ഈ ദേശത്ത് വന്ന് അനവധി കൺവെൻഷനുകൾ, അനവധി പരസ്യയോഗങ്ങൾ ഈ ദേശത്ത് നടത്തിയിട്ടുണ്ട്. ഈ ദേശത്ത് അനവധി പ്രാവശ്യം ദൈവവചനം മുഴങ്ങുവാനിടയായി തീർന്നിട്ടുണ്ട്. കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഈ കുടുംബം ഗുണകരമാകുന്നു എന്നുള്ളത് കൊണ്ട് ഈ ദേശത്തിന് സുവിശേഷം അറിയിപ്പാൻ ഈ മുറ്റം അവർ ക്രമീകരിക്കുകയും അനവധി ദൈവദാസന്മാർക്ക് വചനങ്ങൾ പറയുവാൻ ഈ ഭവനം അതിന് ഭാഗമായി തീരുകയും ചെയ്തു. അതിന് കാരണമായി അനവധി അനുഗ്രഹങ്ങൾ കർത്താവ് ഈ കുടുംബത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നു. ആമേൻ. ഈ കുടുംബത്തെ ഓർത്ത്, സനോജിൻ്റെ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു കുടുംബമായി ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ അനുഗ്രഹത്താലും ദൈവം അവരെ നിറയ്ക്കട്ടെ. പ്രത്യേകാൽ ഈ സുവിശേഷ യോഗം ഇവിടെ ഈ മുറ്റത്ത് നടക്കുന്നതിൻ്റെ പേരിൽ കർത്താവിൻ്റെ ചില വിടുതലുകളും അനുഗ്രഹങ്ങളും അടുത്ത ദിവസങ്ങളിൽ ഈ കുടുംബത്തിനും ഈ ദേശത്തിനും ലഭ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സുവിശേഷം എവിടെയെങ്കിലും മുഴങ്ങണമെങ്കിൽ അത് യേശു കർത്താവിനാൽ നിയോഗിതമായെങ്കിൽ മാത്രമേ സുവിശേഷം പ്രസംഗിക്കുവാൻ കഴിയത്തുള്ളൂ. സുവിശേഷം എവിടെയെല്ലാം എത്തപ്പെട്ടിട്ടുണ്ടോ, സുവിശേഷം എവിടെയെല്ലാം മുഴങ്ങിയിട്ടുണ്ടോ, അവിടെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. സുവിശേഷം ഒരു ദേശത്ത് വെളിപ്പെടുന്നെങ്കിൽ, സുവിശേഷത്തിൻ്റെ ദൂത് ഒരു ദേശത്ത് കൈമാറ്റം ചെയ്യുന്നെങ്കിൽ, ആ യോഗത്തിൽ, ആ യോഗാനന്തരം, അതിനുശേഷമുള്ള ദിവസങ്ങളിൽ, അതിനുശേഷമുള്ള മണിക്കൂറുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ, എന്തെങ്കിലുമൊക്കെ വിടുതലുകൾ വെളിപ്പെടുന്നത് ഞങ്ങളുടെ അനുഭവങ്ങളിൽ ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായി ഈ യോഗം ഈ രാത്രിയിൽ ഇവിടെ പ്രാർത്ഥിച്ചു തുടങ്ങിയ സമയം മുതൽ സഹോദരി സഹോദരന്മാർ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിച്ചു, ഒരുമിച്ച് പാടി ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാവകാശങ്ങൾ ഉണ്ടായി. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം പ്രാരംഭത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ദൂത് നമുക്ക് ലഭ്യമായി. നമ്മളത് കേട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ നിമിഷങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് വലിയ കാര്യങ്ങൾ നമ്മുടെ നടുവിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഉറപ്പുള്ള ദൈവമക്കൾ കരമുയർത്തിയ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ആരാധന സമയത്തും വലിയ ദൈവ സാന്നിധ്യം ഈ അന്തരീക്ഷത്തിൽ വെളിപ്പെട്ട് ഇറങ്ങുവാനിടയായി. ആമേൻ. ഈ ഭവനത്തിൻ്റെ ഈ മുറ്റത്ത് മാത്രമല്ല, വഴിയിലിരിക്കുന്നവരുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തുമായി വീടിൻ്റെ മുറ്റങ്ങളിലൊക്കെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. വീടുകളിൽ ഇരുന്ന് ശ്രദ്ധിക്കുന്നവരെ കാണുവാൻ കഴിഞ്ഞു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ചുറ്റുപാടുകളിൽ ഈ സന്ദേശം
ആളുകൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട മണിക്കൂറുകളാണ് നിങ്ങൾ ഈ സുവിശേഷ യോഗത്തിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുന്നത്. നിശ്ചയമായി ഈ യോഗത്തിലെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാനിടയാകട്ടെ. നല്ല വചനഭാഗങ്ങൾ, നല്ല ദൂതുഭാഗ്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. പരിശുദ്ധ ആത്മാവ് എൻ്റെ ഉള്ളത്തിൽ പ്രേരിപ്പിക്കുന്ന ഒരു ദൈവവചന ഭാഗം കൂടെ നിങ്ങളോട് പങ്കുവെച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. നിങ്ങൾക്ക് കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യഭാഗം ഇങ്ങനെയാണ്: അവൻ കൈ നീട്ടി അവനെ തൊട്ട്, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. യേശു അവനോട്, നോക്കൂ, ആരോടും പറയരുത് എന്ന് പറഞ്ഞു. യേശു കർത്താവിൻ്റെ ശുശ്രൂഷ കാലയളവുകളിൽ യേശു കർത്താവ് അനവധി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. അനവധി രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. 33.5 വയസ്സുവരെയാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. 30-ാമത്തെ വയസ്സിൽ യോഹന്നാന്റെ കൈക്കീഴിൽ മുഴുകൽ സ്നാനമേറ്റ് അടുത്ത 3.5 വർഷം പരസ്യ ശുശ്രൂഷ ചെയ്യുന്ന യേശു കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 3.5 വർഷം യേശു കർത്താവ് പരസ്യ ശുശ്രൂഷ ചെയ്യുമ്പോൾ യേശു കർത്താവ് ചെല്ലുന്ന സ്ഥലങ്ങളിൽ ആളുകൾ കൂടുമായിരുന്നു. യേശു കർത്താവ് പല സ്ഥലങ്ങൾ സെലക്ട് ചെയ്ത് മരുഭൂമികളിലും മറ്റ് ഓരോ പ്രദേശങ്ങളിലും ഭൂപ്രദേശങ്ങളിൽ കടന്നു ചെന്ന് അവിടെ നിന്ന് യേശു കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. യേശു കർത്താവിന്റെ അടുത്ത ആളുകൾ കൂടി വരുമായിരുന്നു. യേശു കർത്താവ് എവിടെയെല്ലാം ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം ആളുകൾ കൂടി വന്നിട്ടുണ്ട്. കൂടി വന്നിട്ടുള്ള ഒരാൾ പോലും വെറുതെ മടങ്ങിപ്പോകേണ്ടി വന്നിട്ടില്ല. കൂടി വന്നവരുടെ മേലെല്ലാം യേശു കർത്താവിന്റെ അത്ഭുതങ്ങൾ വെളിപ്പെടുവാനിടയായി. ഇന്ന് രാത്രി ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഉറപ്പ്, ഞങ്ങൾ ഒറ്റയ്ക്കല്ല. ദൈവിക നിയോഗം സ്വീകരിച്ച് സുവിശേഷം കരങ്ങളിലേന്തി യേശു കർത്താവിന്റെ നിയോഗത്തിൽ ഈ ദേശത്ത് വന്നു നിന്ന് ഈ സുവിശേഷത്തിന്റെ സന്ദേശം ഈ ദേശത്തോട് പങ്കുവെക്കുമ്പോൾ ഞങ്ങളുടെ ഉറപ്പ്, യേശു ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. യേശു ഇവിടെ വന്നിട്ടുണ്ട് എന്ന് നല്ല ബോധ്യമുള്ളവർ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് വിശ്വാസത്തോടെ ഞാൻ ഈ ദൂത് കൈമാറാം. യേശു കർത്താവിന്റെ അടുത്താണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സ്ഥിതിഗതികൾ അറിഞ്ഞ്, നിങ്ങളുടെ അവസ്ഥകൾ അറിഞ്ഞ്, നിങ്ങളുടെ സാഹചര്യങ്ങൾ അറിഞ്ഞ് ഈ രാത്രി നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ യേശു കർത്താവിന് കഴിയുമെന്ന് നല്ല ഉറപ്പുള്ളവർ ഇരു കരങ്ങളും അടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുന്ന യേശു ഇവിടെ വന്നിട്ടുണ്ട്. യേശു കർത്താവ് ചെല്ലുന്ന സ്ഥലങ്ങളിൽ ആളുകൾ കൂടുമായിരുന്നു. യേശുവിന്റെ വാക്കുകൾ കേൾക്കുവാൻ സന്തോഷമായിരുന്നു. യേശുവിനോട് കൂടെ മണിക്കൂറുകൾ ഇരുന്നാലും സമയം പോകുന്നത് അറിയില്ലായിരുന്നു. യേശുവിന്റെ വാക്കുകൾ കേൾക്കുന്നത് ഹൃദയത്തിൽ ആനന്ദമായിരുന്നു. യേശുവിന്റെ വാക്ക് കേൾക്കുന്നത് മനസ്സിനൊരു സുഖമായിരുന്നു. ഈ ലോകത്ത് ജീവിക്കുന്ന ആളുകൾക്ക് വിവിധ പ്രതിസന്ധികളുണ്ട്. വിവിധ പ്രതികൂലങ്ങളിലൂടെയാണ് മനുഷ്യൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം തികഞ്ഞവരാരുമില്ല, പ്രതിസന്ധികളില്ലാത്ത ആരുമില്ല. ഒരാൾക്കൊരു വിഷയമാണെങ്കിൽ മറ്റൊരാൾക്ക് വേറൊരു വിഷയമായിരിക്കും. തലമുറയെ ചൊല്ലിയായിരിക്കും, കുടുംബജീവിതത്തെ ചൊല്ലിയായിരിക്കും, ഭാവിയെ നോക്കിയായിരിക്കും, രോഗമായിരിക്കും, കടഭാരമായിരിക്കും, ആമേൻ, ഇങ്ങനെ ജോലി സംബന്ധമായ വിഷയമായിരിക്കും. ഇങ്ങനെ ഓരോ വിഷയങ്ങളിലാണ് മനുഷ്യൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നു. ഈ ദിവസം നമ്മൾ മുന്നമേ കണ്ടതല്ല. ഈ ദിവസം നമുക്ക് പുതിയതായി ലഭിച്ച ദിവസമാണ്. സൂര്യനെ ദൈവം നമുക്ക് വേണ്ടി ഉദിപ്പിച്ചു. മനോഹരമായ ഒരു ദിവസം ദൈവം നമുക്ക് സൗജന്യമായി നൽകി. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഉണർന്നു, വിവിധ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചു. ജോലിക്ക് പോയവർ, പഠിക്കുവാൻ പോയവർ, വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി പോയവരെല്ലാം ഈ സന്ധ്യയാകുന്ന സമയത്തിലെ വീടുകളിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. ജോലിക്ക് പോയവർ മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. പഠിക്കുവാൻ പോയ കുഞ്ഞുങ്ങൾ നേരത്തെ മടങ്ങി വന്നു. ആമേൻ. യാത്രയ്ക്ക് പോയവർ മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് ഈ സന്ധ്യയാകുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്ത് ജോലിക്കിടപെട്ട് പഠിക്കുവാൻ പോയി വിവിധ സാഹചര്യങ്ങളിൽ യാത്ര ചെയ്ത് തിരിച്ച് സന്തോഷത്തോടുകൂടെ ആളുകൾ വീട്ടിലേക്ക് മടങ്ങി വരുന്നു. വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ഇന്നത്തെ
ഒരു പകൽ പലരുടെയും ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുണ്ടായിരിക്കാം. പ്രഭാതത്തിൽ സന്തോഷത്തോടെ ഉണർന്ന പലരും ഇന്ന് രാത്രി കണ്ണുനീരോടെ ഇരിക്കുന്ന ഭവനങ്ങളുണ്ട്. പ്രഭാതത്തിൽ കുടുംബത്തിലുള്ളവരെ ഒരുമിച്ച് കണ്ടവർ പലരുടെയും ഭവനങ്ങൾ ഇന്ന് രാത്രി ചിലപ്പോൾ ഒരു മരണഭവനമായി മാറിപ്പോയിട്ടുണ്ട്. ചിലരുടെ വീടുകൾക്ക് മുമ്പിൽ മരണപന്തലുകൾ ഉയർന്നിട്ടുണ്ട്. ചിലരുടെ വീടുകൾക്കകത്ത് ശവപ്പെട്ടികൾ കയറിയിറങ്ങിയിട്ടുണ്ട്. പല മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങൾ നഷ്ടമായി പോയിട്ടുണ്ട്. പല ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ ഈ സന്ധ്യയെങ്കിൽ നഷ്ടമായി പോയിട്ടുണ്ട്. പല ഭാര്യമാർക്ക് ഭർത്താക്കന്മാർക്ക് ഭാര്യമാർ, കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ പലർക്കും നഷ്ടമായി പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ നിന്റെ കുടുംബത്തിലെ എണ്ണം കുറഞ്ഞു പോകാതെ സന്തോഷത്തോടെ സമാധാനത്തോടുകൂടെ ഈ രാത്രിയിൽ സന്ദേശം കേൾക്കുവാൻ നിനക്ക് അവസരം ലഭിക്കുന്നത് നിന്റെ കഴിവ് കൊണ്ടോ പ്രാപ്തി കൊണ്ടോ അല്ല, യേശു കർത്താവിന്റെ കൃപ കൊണ്ടൊന്നുകൊണ്ട് മാത്രമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് ശക്തിയോടെ യേശു കർത്താവിന് സ്തോത്രം ചെയ്ത് യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ദിവസം കർത്താവ് നമുക്ക് ദാനമായി നൽകി. ഈ സൺഡേയെങ്കിൽ സന്തോഷത്തോടുകൂടെ പ്രത്യാശയോടെ ഇരിക്കുന്നു. ഇന്നത്തെ ഒരു പകലിൽ ജീവിച്ചിട്ട് പല പ്രതിസന്ധികളിലേക്ക് കയറിയവരുണ്ട്, രോഗം അനുഭവിച്ചവരുണ്ട്, സങ്കടം അനുഭവിച്ചവരുണ്ട്. എല്ലാ മനുഷ്യരും വിവിധ പ്രതിസന്ധികളിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ പ്രതിസന്ധികളൊന്നും നമ്മെ ബാധിക്കാതെ, ഈ പ്രതികൂലങ്ങളൊന്നും നമ്മെ തകർത്ത് കളയാതെ വിജയകരമായി നടത്തുന്ന ഒരു യേശുവുണ്ട്. യേശുവിലാകുമ്പോൾ, യേശുവിന്റെ ഒരു മകനായി മാറുമ്പോൾ, യേശുവിന്റെ ഒരു മകളായി മാറുമ്പോൾ സംഭവിക്കുന്നത് ഇനി രോഗം വരില്ലെന്നല്ല, ഇനി കഷ്ടത വരില്ലെന്നല്ല, ഇനി പ്രതിസന്ധി വരില്ലെന്നല്ല. എന്തു വന്നാലും അതിനെ അതിജീവിക്കാൻ തക്ക നിലയിൽ കൂടെ നിൽക്കുന്ന ഒരു യേശുവുണ്ടെന്നാണ് ഞങ്ങൾ ഇന്ന് രാത്രി പറഞ്ഞു വരുന്നത്. ആമേൻ. അത് അനുഭവിക്കുന്ന ദൈവമക്കൾ, അനുഭവിക്കുന്ന ദേശനിവാസികളുടെ ഉണ്ട്. അപ്പോൾ പ്രതികൂലങ്ങൾ നിറഞ്ഞ ഒരു യാത്രയാണ് ഈ ജീവിതം. ഈ ജീവിതത്തിന്റെ യാത്ര പ്രതിസന്ധികൾ നിറഞ്ഞ യാത്രയാണ് ഈ ജീവിതത്തിന്റെ യാത്ര. നമ്മൾ ചിന്തിക്കാത്തത് പലതുമാണ് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കാത്ത ചില പ്രതിസന്ധികൾ കയറി വന്നിരിക്കും, ചില ശോധനകൾ കയറി വന്നിരിക്കും. അവിടെ ചിലപ്പോൾ നമുക്കതിനെ നിയന്ത്രിക്കുവാൻ കഴിയില്ല. എന്നാൽ നിയന്ത്രിപ്പാൻ കഴിയുന്ന ഒരു യേശുവിനെ ജീവിതത്തിൽ കൂടെ നിർത്താമെങ്കിൽ ആ ജീവിതം ഒരു ആനന്ദത്തിന്റെ ജീവിതമാണ്. എന്റെ കൂടെ യേശു ഉണ്ടെന്ന് നല്ല ഉറപ്പുള്ളവർ കരമുയർത്തി ഒരു സ്തോത്രം ചെയ്തേ. എന്റെ കൂടെ യേശുവുണ്ട്, എന്റെ കുടുംബത്തിന്റെ അകത്ത് യേശുവുണ്ട്, എന്റെ യാത്രയിൽ എന്റെ കൂടെ യേശുവുണ്ട്. ഞാൻ പോകുന്ന യാത്രയിൽ, ഞാൻ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ, ഞാൻ വീട്ടിൽ പാർക്കുമ്പോൾ എന്റെ കൂടെ യേശുവുണ്ട്. ഈ ബോധ്യമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. യേശു കർത്താവ് ചെല്ലുന്ന സ്ഥലങ്ങളിൽ ആളുകൾ ഓടിക്കൂടുമായിരുന്നു. അതിൻ്റെ അകത്ത് രോഗികളുണ്ട്, അതിൻ്റെ അകത്ത് മാനസിക വേദന അനുഭവിക്കുന്നവരുണ്ട്, അതിൻ്റെ അകത്ത് സങ്കടം അനുഭവിക്കുന്നവരുണ്ട്, ഒറ്റപ്പെട്ടവരുണ്ട്, കെട്ടപ്പെട്ടു പോയവരുണ്ട്, തകർന്നു പോയവരുണ്ട്. എന്നാൽ യേശുവിന്റെ പ്രത്യേകത എന്നറിയാമോ? യേശുവിന് ഒരാളെ കാണുമ്പോൾ അവരുടെ ഹൃദയം മനസ്സിലാകുമായിരുന്നു. അവരുടെ ഹൃദയം യേശുവിന് മനസ്സിലാകും. അവർ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിലും അവരുടെ അവസ്ഥ യേശുവിന് മനസ്സിലാകും. അവർ പോകുന്ന വഴികൾ യേശുവിന് മനസ്സിലാകും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ ശബ്ദം ഈ മുറ്റത്തിരുന്നോ, വഴിയോരത്തിരുന്നോ, വീടുകളിലിരുന്നോ കേൾക്കുമ്പോൾ ആരറിയുന്നതിലും നന്നായി യേശു നിന്നെ അറിയുന്നു എന്നുള്ള സത്യം, നിന്റെ ഹൃദയം അറിയുന്നു എന്നുള്ള സത്യം, നിന്റെ പ്രാർത്ഥനകൾ അറിയുന്നു എന്നുള്ള സത്യം, നിന്റെ ഭാരങ്ങൾ അറിയുന്നു എന്നുള്ള സത്യം നിങ്ങൾ വിശ്വസിച്ചോണം. ഈ യോഗം ഇന്ന് രാത്രി ഇവിടെ നടക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇത് വെറും ഒരു യോഗമായി മാറത്തില്ല, ഇതൊരു ചടങ്ങിന്റെ യോഗമായി മാറത്തില്ല. ഈ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈ യോഗം ആശീർവാദം പറയുന്നതിന് മുമ്പ് യേശു ചില കാര്യങ്ങളിൽ കയറി ഇടപെടാൻ പോകുകയാണ്. യേശു ചില വീടുകൾക്കകത്ത് കയറാൻ പോകുകയാണ്. ചിലരുടെ ജീവിതത്തെ യേശു മാറ്റിമറിക്കുന്ന രാത്രിയാകട്ടെ. അത് ഞങ്ങൾക്ക് നല്ല ബോധ്യമാണ്. ഇപ്പോൾ യേശുവിന് വ്യക്തമായിട്ട് അറിയാം, ഓരോരുത്തരുടെ ഹൃദയം യേശുവിന് അറിയാം, ഓരോ വീടിന്റെ അവസ്ഥ യേശുവിന് അറിയാം. നമുക്ക് ഇന്ന് രാത്രി ഇവിടെ നിൽക്കുമ്പോൾ കഴിഞ്ഞ സെക്കൻഡ് വരെ വന്നത് മാത്രമേ നമുക്കറിയൂ. എന്നാൽ അടുത്ത സെക്കൻഡ് നിന്റെ ജീവിതം എങ്ങനെയാകുമെന്ന് യേശുവിന് അറിയാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആ ഒരു മേഖലയെ തൊട്ട് ഇന്ന് രാത്രി പ്രാർത്ഥിച്ചിട്ടേ മടങ്ങൂ. ഈ ദൂതിന്റെ റിസൾട്ട് നിങ്ങളുടെ മേൽ ഈ രാത്രി വെളിപ്പെടും. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത നിമിഷങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത ദിവസങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത ആഴ്ചകൾ നന്നായി അറിയുന്ന യേശു ഇന്ന് രാത്രി ചില മേഖലകളിൽ കയറി സ്പർശിക്കാൻ പോകുകയാണ്.
ഇന്ന് ഈ യോഗത്തിന് വേണ്ടി ഞങ്ങൾ ഒരുക്കപ്പെടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവിന്റെ ഉള്ളിൽ പ്രേരിപ്പിച്ച ഒരു വിടുതൽ, ഒരു സന്ദേശം ഞാൻ പറയുന്നു. ഒരു സന്ദേശം മാത്രമല്ല, ഈ ദേശത്തുള്ള ചിലർക്കുള്ള ഒരു വിടുതൽ ഞാൻ പറയുന്നു. ചിലരെ കണ്ടിട്ട്, ചില കുടുംബങ്ങളെ കണ്ടിട്ട്, ചിലര് കുഴയുന്നത് കണ്ടിട്ട്, ചിലർക്ക് തരണം ചെയ്യാൻ പറ്റാതെ കിടക്കുന്നത് കണ്ടിട്ട് ഇന്ന് രാത്രി യേശു പറയുന്നു, ഞാൻ നിന്നോട് മനസ്സലിയുന്ന രാത്രിയാണ്. എത്ര പേർക്ക് കരമുയർത്തി ആമേൻ പറയാൻ പറ്റും? നമ്മെ അറിയുന്ന, നന്നായി അറിയുന്ന യേശു, നമ്മുടെ അവസ്ഥയെ അറിയുന്ന യേശു. അപ്പോൾ യേശു ഒരു സ്ഥലത്ത് ചെന്നാൽ ആളുകൾ ഓടിക്കൂടും. കൂടുന്ന പുരുഷാരത്തിന്റെ നടുവിൽ വന്നവരാരൊക്കെയാണെന്ന് യേശുവിനറിയാം. അവരുടെ ഹൃദയം യേശുവിനറിയാം, അവരുടെ അവസ്ഥ യേശുവിനറിയാം. യേശു അവരെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. യേശു അവരുടെ മുമ്പിൽ എഴുന്നേറ്റ് പ്രസംഗിക്കാൻ തുടങ്ങി. ചിലപ്പോൾ പടകുകൾ യേശു സ്റ്റേജാക്കി, ചിലപ്പോൾ മലമുകളിൽ കയറി നിന്ന് ഉയർന്ന സ്ഥലത്ത് കയറി നിന്നിട്ട് യേശു അതിനെ സ്റ്റേജാക്കി. അവിടെ നിന്ന് മുമ്പിൽ നിൽക്കുന്നവരോട് സംസാരിക്കാൻ തുടങ്ങി. യേശു പ്ലാൻ ചെയ്തതല്ല സംസാരിക്കുന്നത്. യേശു നിന്ന് പിതാവ് പറയാൻ ആഗ്രഹിക്കുന്നത് യേശു സംസാരിക്കാൻ തുടങ്ങി. അവരുടെ ഹൃദയത്തെ തൊട്ട് യേശു സംസാരിക്കാൻ തുടങ്ങി. അവരുടെ അവസ്ഥകളെ തൊട്ട് യേശു സംസാരിക്കാൻ തുടങ്ങി. യേശുവിനോട് കൂടെ 2-3 ദിവസമൊക്കെ പാർത്ത് ആളുകൾ സുവിശേഷം കേൾക്കാൻ തുടങ്ങി, വചനം കേൾക്കാൻ തുടങ്ങി. കാരണം യേശുവിനോട് കൂടെ ഇരിക്കുന്നത് ഒരു ബോറടിയല്ല, യേശുവിനോട് കൂടെ നടക്കുന്നത് ഒരാനന്ദമാണ്. യേശു എന്ന് കേൾക്കുമ്പോൾ ഇവിടെ ആർക്കെങ്കിലും അരോചകമാകുന്നുവെങ്കിൽ നിന്റെ ജീവിതം പരാജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യേശു എന്ന് കേൾക്കുമ്പോൾ നിനക്കുള്ളിൽ ഒരു സന്തോഷമുണ്ടെങ്കിൽ നിന്റെ ജീവിതം ഒരു വിജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യേശുവിന്റെ അടുത്ത് ആളുകൾ കൂടി വന്ന് യേശു അവരെ ശുശ്രൂഷിക്കുവാൻ തുടങ്ങി. ഇവിടെ വായിച്ച വചനത്തിലേക്ക് വന്ന് ഒരു ദൂതുഭാഗം വേഗത്തിൽ ഒന്ന് പറയട്ടെ. 8-ാം അധ്യായം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറെ പുരുഷാരം, അവൻ വളരെ പുരുഷാരം യേശുവിനെ പിന്തുടർന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി അവനെ തൊട്ട് എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ യേശു കർത്താവിന്റെ ഒരു പ്രത്യേകത ഇവിടെ എടുത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എല്ലാവരും ഈ സന്ദേശമാകുമോ ശ്രദ്ധിച്ചോണേ. ഈ നാട്ടിൽ ചിലർക്കില്ലാത്ത ഒരു പ്രത്യേകത, ചില നേതാക്കന്മാർക്കില്ലാത്ത പ്രത്യേകത, ചില ഉന്നതന്മാർക്കില്ലാത്ത പ്രത്യേകത, ചില ശക്തന്മാർക്കില്ലാത്ത പ്രത്യേകത ഇവിടെ യേശുവിനുണ്ട്. എന്താ യേശുവിന്റെ പ്രത്യേകത? ഒരു കുഷ്ഠരോഗി യേശുവിന്റെ അടുക്കൽ വന്ന് അവനെ വീണ്ടും നമസ്കരിച്ചു. എന്നിട്ട് കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കണമേ എന്ന് പറഞ്ഞു. അശുദ്ധിയുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു സമൂഹം മുഴുവൻ മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു കുഷ്ഠരോഗി യേശുവിന്റെ അടുത്ത് വന്ന് യേശുവിന്റെ കാലിലേക്ക് വീഴുകയാണ്. കുഷ്ഠരോഗിയെ അവൻ ഒരു സമൂഹം മുഴുവൻ മാറ്റി നിർത്തും. അവനെ അശുദ്ധനായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവനെ ഒരു വീടിന്റെ അകത്ത് ആരും കയറ്റുകയില്ല. അവനെ ഒരു സന്തോഷത്തിന്റെ അടുത്ത് ആരും കയറ്റുകയില്ല. അവനെ മാറ്റി മാറ്റി നിർത്തും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു സമൂഹം മുഴുവൻ തള്ളി മാറ്റി നിർത്തിയേക്കുന്ന, ഒരു സമൂഹം മുഴുവൻ അശുദ്ധനെന്ന് വിധി കൽപ്പിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തെ ഒറ്റ സെക്കൻഡ് കൊണ്ട് മാറ്റിമറിച്ച യേശുവിനെ കണ്ടോ? ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരോട് ഞാനൊരു ദൂത് പറയുന്നു. യേശുവെ ഒറ്റ വിളി വിളിക്കാമെങ്കിൽ അവൻ ദേശം അതിശയിച്ചു പോകത്തക്ക നിലയിൽ നിന്നെയും നിന്റെ കുടുംബത്തെയും മാറ്റിമറിക്കാൻ കഴിയുന്ന യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ കരമടിച്ച യേശുവിന് ആരാധന കൊടുത്തേ. ഒരു മനുഷ്യനെ മാറ്റിമറിക്കാൻ യേശുവിന് മാത്രമേ പറ്റത്തുള്ളൂ. ഒരു മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ യേശുവിന് മാത്രമേ പറ്റത്തുള്ളൂ. ഈ മനുഷ്യന് യേശുവിൽ ഉറച്ച വിശ്വാസമായിരുന്നു. യേശു നിരൂപിച്ചാൽ, യേശു ഒന്ന് എന്റെ നേരെ തിരിഞ്ഞാൽ, യേശു ഒന്ന് മനസ്സു വെച്ചാൽ ഈ അവസ്ഥയിൽ ഞാൻ ഇനി തുടരേണ്ടി വരില്ല എന്ന് ഈ മനുഷ്യൻ ഉറച്ചു വിശ്വസിച്ചു. ഞാൻ പറഞ്ഞത് ദേശം കേട്ടോ? ഈ അവൻ ദേശം മുഴുവൻ അശുദ്ധനെന്ന് പ്രഖ്യാപിച്ച, ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ ഇവനെ മാറ്റി നിർത്തിയേക്കുന്നവൻ രോഗിയാണ്, ഇവൻ ശുദ്ധനല്ല, ഇവനെ വീട്ടിൽ കയറ്റരുത്, ഇവനെ ഒരു നല്ല ഫംഗ്ഷനുകളിൽ അടുപ്പിക്കരുത്, ഇവൻ അശുദ്ധനാണ്, ഇവൻ ഇന്ന ആളാണ് എന്ന് പറഞ്ഞ്
ഒരു സമൂഹം മുഴുവൻ മാറ്റി നിർത്തിയ ആ മനുഷ്യൻ പറഞ്ഞത് ജീവിതം തീർന്നെന്നല്ല, അവൻ ജീവിതം അവസാനിപ്പിച്ചേക്കാമെന്നല്ല, ഇനി രക്ഷയില്ലെന്നല്ല. എല്ലാവരും മാറ്റി നിർത്തിയാലും അവന്റെ അകത്തൊരു ഉറപ്പുണ്ടായിരുന്നു, യേശു മനസ്സു വെച്ചാൽ എന്റെ ജീവിതം മാറാൻ സാധ്യതയുണ്ട്. യേശു മനസ്സു വെച്ചാൽ അവൻ എന്നെ ചേര് തിരിച്ചു പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഒന്നുകൂടെ പറയാം, ഇവനെ നോക്കി സമൂഹം മനസ്സ് വെച്ചിട്ട് കാര്യമില്ല, ദേശക്കാര് മനസ്സ് വെച്ചിട്ട് കാര്യമില്ല, സ്വന്തക്കാര് മനസ്സ് വെച്ചിട്ട് കാര്യമില്ല, ആരും മനസ്സ് വെച്ചിട്ട് കാര്യമില്ല. യേശു മനസ്സ് വെച്ചാൽ ആ നിമിഷം മുതൽ അവൻ ശുദ്ധനാകാൻ പോകുകയാണ്. അശുദ്ധനെന്ന ഒരു രേഖ അവനിൽ നിന്ന് മാറ്റാൻ പോകുകയാണ്. സമൂഹം വിധി കൽപ്പിച്ചിട്ടേക്കുന്ന കൊള്ളുവേലാത്തവൻ അശുദ്ധനെന്ന് വിധി കൽപ്പിച്ചിട്ടേക്കുന്ന ചില വിധികളെ ഇന്ന് രാത്രി സ്വർഗം പൊളിക്കുന്ന രാത്രിയാണ്. ഈ ദേശത്തോട് ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു, ഈ ശബ്ദം കേൾക്കുന്ന വ്യക്തികളോട് ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു. നിന്നെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി, നിന്റെ രക്തബന്ധങ്ങൾ, നിന്റെ സ്വന്തക്കാർ ഒന്നിനും കൊള്ളാത്തവൾ എന്ന് പറഞ്ഞ്, ഒന്നിനും കൊള്ളാത്തവൻ എന്ന് പറഞ്ഞ് വിധി കൽപ്പിച്ച് മാറ്റിയിട്ടെങ്കിൽ, ഇവൻ രക്ഷപ്പെടത്തില്ലെന്ന് വിധി കൽപ്പിച്ചെങ്കിൽ, ഇവൾ ഈ ദേശത്ത് നിന്ന്, ഈ വീടിന്റെ കത്തിൽ നിന്ന് രക്ഷപ്പെടത്തില്ലെന്ന് വിധി കൽപ്പിച്ചെങ്കിൽ, ഈ രാത്രി ദൈവാത്മ പറയുന്ന ദൂത് കേട്ടു, ദേശം അതിശയിച്ചു പോകത്തക്ക നിലയിൽ നിന്റെ ഭാവി മാറാൻ പോകുകയാണ്, നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറാൻ പോകുകയാണ്. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയുന്നുണ്ട്? എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? ആ കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്യുമ്പോൾ അങ്ങനെ പിശാച് വിധി കൽപ്പിച്ച വിധികൾ ഇന്ന് രാത്രി കൊണ്ട് തകർന്നു പോകട്ടെ. യേശു കർത്താവിനോട് പറയുക, മനസ്സുണ്ടോ? യേശു പറഞ്ഞു, എനിക്കല്ലാതെ പിന്നെ ആർക്കാ മനസ്സുള്ളത്? ആമേൻ. യേശുവിനോട് പറയുന്നത് ആ മനുഷ്യന്റെ ഉറപ്പ് വളരെ പ്രത്യേകതയുള്ളതാണ്. ആ മനുഷ്യന്റെ ഉറപ്പ് കാലിലേക്ക് വീണ്, യേശുവിന്റെ കാലിലേക്ക് വീണ് നമസ്കരിച്ച്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. കണ്ടോ, നീ മനസ്സ് വെച്ചാൽ മാത്രം മതി, നിനക്ക് കഴിവുണ്ടെന്ന് എനിക്കറിയാം. സമൂഹം മാറ്റി നിർത്തിയവൻ പറയുകയാണ്, ജീവിതം തകർന്നെന്ന് ചിന്തിച്ചവൻ പറയുകയാണ്, യേശുവേ, അങ്ങയ്ക്ക് കഴിവുണ്ടെന്ന് എനിക്കറിയാം, ഒറ്റ കാര്യം മതി, അങ്ങൊന്നും മനസ്സ് വെച്ചാൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ ഈ രാത്രി മറക്കാൻ കഴിയാത്ത ഒരു രാത്രിയാകേണ്ടതിന് ഞാൻ നിങ്ങളൊരു ദൂത് പറയുന്നു. എത്ര പേർക്ക് വിശ്വാസമുണ്ട് എന്നെ സൗഖ്യമാക്കാൻ യേശുവിന് കഴിയുമെന്ന്, എനിക്ക് വേണ്ടി വഴി തുറക്കാൻ യേശുവിന് കഴിയുമെന്ന്, അവൻ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ യേശുവിന് കഴിയുമെന്ന്? അങ്ങനെ ഒരു ഉറച്ച വിശ്വാസം ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ ഒറ്റ കാര്യം ഈ രാത്രി നടന്നാൽ മതി, യേശു മനസ്സ് വെച്ചാൽ മതി. ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടോ, യേശു മനസ്സ് വെച്ചാൽ മാത്രം മതി. കഴിയുമെന്ന് നീ വിശ്വസിക്കണം. യേശു മനസ്സ് വയ്ക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. രോഗത്താൽ ഭാരപ്പെടുന്നവരെ, നിങ്ങളുടെ രോഗത്തിന് ഇന്ന് രാത്രി സൗഖ്യം തരുവാൻ മനസ്സുള്ളവനായി യേശു നിൽക്കുകയാണ്. ഈ യേശുവിന് എന്നെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടോ? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ആമേൻ, സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്നവരെ, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ആമേൻ. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ യേശുവിന് കഴിയുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങളുടെ തലമുറയുടെ ഭാവി നേരെയാക്കാൻ യേശുവിന് കഴിയുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ആ ജോലി എനിക്ക് തരാൻ യേശുവിന് കഴിയുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ആ ഇന്റർവ്യൂവിൽ എനിക്ക് ജയം യേശു തരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ആ രോഗത്തിന് സൗഖ്യം, എന്റെ കുടുംബജീവിതത്തിന്റെ വിടുതൽ, എന്റെ ഭർത്താവ് നേരെയാകും, എന്റെ യേശു നേരെയാക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ആ മദ്യപാനിയെ യേശു വിടുവിക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ഇന്ന് രാത്രി ഉറപ്പുള്ളവൻ യേശുവെ എന്ന് വിളിച്ചാൽ യേശു പറയും, എനിക്ക് മനസ്സുണ്ടോ? അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഇതിന്റെ അകത്ത് അത്ഭുതകരമേറിയ വിടുതലുകൾ നടക്കാൻ പോകുകയാണ്, അത്ഭുതകരമേറിയ സൗഖ്യം നടക്കാൻ പോകുകയാണ്. രോഗമുള്ളവർ ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോണം, ആ രോഗത്തിന് സൗഖ്യം ഇന്ന് രാത്രി തരാൻ യേശുവിന് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. ഈ യോഗം ആശീർവാദം പറയുന്നതിന് മുമ്പ് യേശു ക്രൂശിൽ വരുത്തിയ സൗഖ്യത്തിന്റെ ശക്തി നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്.
ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കും. ഇന്ന് രാത്രി യോഗം അവസാനിപ്പിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കും. വിശ്വസിക്കുന്നവർ ഞങ്ങളുടെ കൂടെ നിൽക്കണം. അപ്പോൾ ഈ മനുഷ്യന്, ഈ കുഷ്ഠരോഗിയായ ഈ മനുഷ്യന് ഒരു ഉറപ്പുണ്ടായിരുന്നു, യേശുവിന് കഴിയും, യേശുവിന് സൗഖ്യമാക്കുവാൻ കഴിയും. ഈ ഉറപ്പുണ്ടായിരുന്നു. ആ ഉറപ്പോടെ ഈ മനുഷ്യൻ പറയുന്നു, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ അവൻ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. യേശു കൈ നീട്ടി അവനെ തൊട്ടു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്. ഇന്ന് ഞാൻ ഈ ദേശത്തോട് ദൂത് പറയുന്നു. അവൻ ഈ യോഗം കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഞങ്ങൾ പോകും. പക്ഷേ ഞങ്ങൾ ഉറപ്പ് പറയുന്നു, ഈ ദൂത് ഈ രാത്രി മുതൽ ഇവിടെ കിടക്കും. വിശ്വസിക്കുന്ന, വീടുകൾക്കകത്തിരുന്ന് വിശ്വസിക്കുന്നവരെ, ഈ ദൂതിന്റെ ശക്തി നിങ്ങളുടെ മേൽ കിടക്കും. അവൻ ഞങ്ങൾ ഉറപ്പ് പറയുന്നു, ഇന്ന് രാത്രിയിലെ വിടുതൽ നിങ്ങൾ കേട്ടോണോ? യേശു പറയുന്നു, എനിക്ക് മനസ്സുണ്ടെന്ന് ഞാനൊന്ന് തെളിയിക്കാൻ പോകുകയാണ്. ചിലരുടെ കുടുംബത്തിന്റെ അകത്ത്, ചിലരുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ അകത്ത് എനിക്ക് മനസ്സുണ്ടെന്ന് ഞാൻ തെളിയിക്കാൻ പോകുകയാണ്. അത് ചിലത് ഇതിനകത്ത് നടക്കട്ടെ, ഈ ദേശത്ത് ചിലത് നടക്കട്ടെ, അവൻ കുടുംബങ്ങളിൽ ചിലത് നടക്കട്ടെ. മനസ്സുണ്ടെങ്കിൽ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് ഒരു കുഷ്ഠരോഗി പറയുമ്പോൾ യേശു അവിടെ നിന്ന് 1 മണിക്കൂർ പ്രസംഗിച്ചെന്നല്ല, ഒരു പാരഗ്രാഫ് പഠിപ്പിച്ചെന്നല്ല, അവനെ കസ്റ്റഡിയിലെടുത്തു ക്വസ്റ്റ്യൻ ചെയ്തെന്നല്ല. ഇതെന്തൊരു ചോദ്യമാണ് നീ എന്നോട് ചോദിക്കുന്നേ? എന്റെ കൂടെ നീ വന്നിട്ടില്ലേ? ഇന്നലകൾ ഞാൻ ചെയ്തത് നീ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞവനെ ശാസിച്ചെന്നല്ല. മറുപടി ഒന്നുമില്ല. യേശു കൈ നീട്ടി അവനെ തൊടുകയാണ്. യേശുവിനറിയാം അവൻ വിശ്വാസമുള്ളവനാകയാൽ എന്റെ കരമൊന്ന് സ്പർശിച്ചാൽ മതി, അവന്റെ മേൽ വിടുതൽ നടക്കും. വിശ്വസിച്ചോ? ഇന്ന് രാത്രി യേശു ജനരെ തൊടുന്ന രാത്രിയാകട്ടെ. ഞാൻ പറയുന്ന സന്ദേശം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ഈ സന്ദേശം ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ട്. യേശുവിന് നിങ്ങളോട് സംസാരിക്കാനുള്ളതാണ്. യേശുവിന് പകരമായി നിന്ന് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ യേശുവിന്റെ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സൊരുങ്ങുന്നെങ്കിൽ, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നെങ്കിൽ, നിങ്ങൾക്കൊരു ഉറപ്പുണ്ടാകുന്നെങ്കിൽ, ഇന്ന് രാത്രിയിലെ അടുത്ത നടപടി എന്നാണെന്നറിയാമോ? 2 ആഴ്ച കഴിഞ്ഞ് സൗഖ്യം തരാമെന്നല്ല, ഞാൻ സൗഖ്യം തരുന്ന ദൈവമെന്നല്ല, ഞാൻ കുറച്ചു കഴിഞ്ഞ് ചെയ്തോളാമെന്നല്ല. ഇന്ന് രാത്രി യേശുവിന്റെ നടപടി, യേശു കരം നീട്ടുന്ന രാത്രിയാണ്, യേശു തൊടുന്ന രാത്രിയാണ്, യേശു സ്പർശിക്കുന്ന രാത്രിയാണ്. അത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എന്റെ ഉള്ളത്തിൽ ഒരു ആത്മപ്രേരണ ഉണ്ടാകുന്നത് ഞാൻ ആത്മാവിൽ പ്രവചിക്കട്ടെ. യേശു ചിലർക്ക് നേരെ കരം നീട്ടുമ്പോൾ ചില പൈശാചിക കരങ്ങൾ പുറകോട്ട് വലിക്കുന്ന രാത്രിയാകട്ടെ. യേശു ചിലരെ തേറി തൊടുമ്പോൾ ചിലരെ നിയന്ത്രിക്കുന്ന ചില വ്യാപാരങ്ങൾ ഇന്ന് രാത്രി അടിഞ്ഞു മാറുന്ന രാത്രിയാകട്ടെ. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാത്രി കേട്ടോ. അവൻ ചില വ്യക്തികളെ, ചില കുടുംബങ്ങളെ, ചില തലമുറകളെ നിയന്ത്രിക്കുന്ന ചില വ്യാപാര ശക്തികൾ, അവൻ വീടിന്റെ അകത്ത് ചില മക്കളെ നിയന്ത്രിക്കുന്ന ചില വ്യാപാര ശക്തികൾ, കുടുംബ ജീവിതത്തിന്റെ സന്തോഷത്തെ കെടുത്തി കളയാൻ ആ കുടുംബ ജീവിതത്തെ നിയന്ത്രിക്കുന്ന വ്യാപാര ശക്തികൾ, ആമേൻ സ്തോത്രം, ദേശത്ത് നിന്ന വിഷയമാക്കേണ്ടതിന് കുടുംബത്തിന്റെ അകത്ത് പ്രവർത്തിക്കുന്ന ചില വ്യാപാര ശക്തികൾ, ആമേൻ സ്തോത്രം, ചിലരെ വഴിതെറ്റിക്കുന്ന വ്യാപാര ശക്തികൾ, അവൻ രോഗം കൊണ്ട് ചില കുടുംബങ്ങൾക്കകത്തിട്ട് ദൈവമിട്ട ആയുസ് തീരുന്നതിന് മുമ്പ് ചിലരുടെ പ്രാണനെ അപകരിച്ചെടുക്കുമെന്ന് പറഞ്ഞ് അവകാശവാദം ചൊല്ലി നിൽക്കുന്ന ശക്തികൾ ഇന്ന് രാത്രി വിശ്വസിച്ചോ? ഓരോ മേഖലകളെ ഇന്ന് രാത്രി യേശു തൊടുകയാണ്. ഓരോ വ്യക്തികളെ ഇന്ന് രാത്രി യേശു സന്ദർശിക്കുകയാണ്. എത്ര പേർക്ക് ഇതിനകത്ത് ഉറപ്പുണ്ട്? അവരെ കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. യേശു കരം ചലിപ്പിക്കുന്ന രാത്രി, യേശു കരം ചലിപ്പിക്കുന്ന രാത്രി, യേശു കയറി തൊടുന്ന രാത്രി. യേശു എന്താ പറഞ്ഞു? മനസ്സുണ്ടെങ്കിൽ നിനക്ക് കഴിയുമെന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത് എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞ്, മനസ്സുണ്ടെന്ന് എന്ന് പറഞ്ഞ് അവിടെ ഇന്ന് യേശു അരമണിക്കൂർ സംസാരിക്കില്ല. യേശു അവന്റെ നേരെ കൈ നീട്ടി അവനെ തൊട്ടു. എന്നിട്ട് അവനോട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ അവന്റെ കുഷ്ഠം അവനെ വിട്ടുമാറി. ഇങ്ങനെ തന്നെ ഞാൻ ഈ ദൂത് രാത്രി പറയും കേട്ടോ. എനിക്ക് അങ്ങനെ നല്ല ഉറപ്പുള്ളത് കൊണ്ട് ഇന്ന് രാത്രി ഈ സുവിശേഷ യോഗം പരിശുദ്ധാത്മാവ് സെലക്ട് ചെയ്തതാകയാൽ ഞാൻ ഉറപ്പ് പറയുന്നു, ഈ രാത്രി ചിലത് വിട്ടുമാറുന്ന രാത്രിയാണ്. ഈ രാത്രി ചില കുടുംബങ്ങളിൽ നിന്ന്, ചില വ്യക്തികളിൽ നിന്ന് ചിലത് വിട്ടുമാറുന്ന രാത്രിയാണ്. ഉറപ്പുണ്ടെങ്കിൽ കരമുയർത്തി സ്തോത്രം ചെയ്തേ.
ചില വ്യാപാരങ്ങൾ വിട്ടുമാറണം, ചില അവകാശവാദങ്ങൾ വിട്ടുമാറണം, ചില പാരമ്പര്യ വ്യാപാരങ്ങൾ തലമുറയായി നിന്ന് നിന്റെ കുടുംബത്തെ നിയന്ത്രിക്കുന്ന ചില വ്യാപാരങ്ങൾ വിട്ടുമാറണം. ഇന്ന് രാത്രി വിശ്വസിച്ചോ, സുവിശേഷത്തിനൊരു ശക്തിയുണ്ട്. അവൻ ഈ പ്രാർത്ഥിച്ചു തുടങ്ങിയ യോഗം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ സുവിശേഷത്തിന്റെ ശക്തി ഈ ദേശത്ത് വ്യാപരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിച്ചോണ്, ചിലത് വിട്ടുമാറുക തന്നെ ചെയ്യും. ഇനി ചിലരെ അവകാശം പറയാൻ ചില വ്യാപാരങ്ങൾക്ക് കഴിയത്തില്ല. ഇനി ചിലരെ നിയന്ത്രിക്കാൻ ചില ശക്തികൾക്ക് കഴിയത്തില്ല. ഇനി ചിലരെ തടയാൻ ചില വ്യാപാരങ്ങൾക്ക് കഴിയത്തില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി ഉറപ്പുണ്ട്, യേശു എനിക്ക് വേണ്ടി ഇടപെടുമെന്ന്? അവരെ കരമുയർത്തി സ്തോത്രം പറഞ്ഞ് നീ ശുദ്ധമാക എന്ന് പറഞ്ഞ് ഉടനെ അവൻ കുഷ്ഠം അവനെ വിട്ടുമാറി. അവൻ ശുദ്ധമായി. ദേശത്ത് വേണ്ടാത്തവൻ, ദേശത്ത് ഗുണകരമല്ലാത്തവൻ, സമൂഹം മാറ്റി നിർത്തിയവൻ, ഒന്നിനും കൊള്ളത്തില്ലെന്ന് വിധി കൽപ്പിച്ചവൻ, ഒരു സമൂഹം മുഴുവൻ അവന്റെ നേരെ വിധി കൽപ്പിച്ചു. അവനെ മാറ്റി നിർത്തുക. കേട്ടോണേ, അവനെ മാറ്റി നിർത്തുക. ആ സമൂഹത്ത് നടക്കുന്ന വിലപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് അവനെ മാറ്റി നിർത്തുക. സന്തോഷങ്ങളിൽ നിന്ന് അവനെ മാറ്റി നിർത്തുക. ഗുണകരമാകേണ്ടവൻ, പ്രയോജനകരമാകേണ്ടവനെ അവൻ ചിലടത്ത് നിന്ന് മാറ്റി നിർത്തേണ്ടതിന് വേണ്ടി ചില സാത്താന്യ ശക്തികൾ അവന്റെ മേൽ കൊണ്ടയിട്ട കുഷ്ഠമെന്ന രോഗത്തെ യേശു അവനിൽ നിന്ന് ശാസിച്ചു വിട്ടു. ഈ കുഷ്ഠം നിമിത്തമല്ലേ ഇവനെ മാറ്റി നിർത്തുന്നത്? ഇത് നിമിത്തമല്ലേ ഇവൻ അശുദ്ധമാകുന്നത്? ഇവൻ ശുദ്ധമാകാതെ നിൽക്കുന്നത് ഈ രോഗം നിമിത്തമല്ലേ? ആ മേഖലയെ യേശു കയറി തൊടുകയാണ്. ഇനി എവിടെ നിന്നെല്ലാം നിന്നെ മാറ്റി നിർത്തിയോ അവിടെ എല്ലാം നീ ഗുണകരമാകാൻ പോകുകയാണ്. ആരോടൊക്കെ ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, യേശുവേ എന്ന് ഉറക്കെ വിളിക്കാമെങ്കിൽ എവിടെ നിന്നെല്ലാം നിന്നെ മാറ്റി നിർത്തിയോ അവിടെയെല്ലാം നിന്നെയും നിന്റെ കുടുംബത്തെയും യേശു കയറ്റി നിർത്താൻ പോകുകയാണ്. ഇന്ന് രാത്രി വിശ്വസിച്ചോ, അങ്ങനത്തെ ചില വ്യാപാരങ്ങൾ മാറാൻ പോകുന്നു. അപ്പോൾ ഈ മനുഷ്യൻ വിശ്വസിച്ചു, യേശുവിന് കഴിയുമെന്ന് വിശ്വസിച്ച് യേശുവിനോട് മനസ്സുണ്ടെങ്കിൽ അങ്ങേക്ക് കഴിയുമെന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, എനിക്ക് കഴിവുണ്ട്, മനസ്സ് വെച്ചാൽ മാത്രം മതി. എനിക്ക് കഴിവുണ്ടെന്ന് നീ വിശ്വസിക്കുന്ന സമയം മുതൽ നിന്റെ മേൽ എന്റെ കരം ഞാൻ വെക്കാൻ പോകുകയാണ്. നിന്നെ ഞാൻ തൊടുവാൻ പോകുകയാണ്. നിന്നെ ഞാൻ സൗഖ്യമാക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി ദേശത്തോട് ഞാൻ പറയട്ടെ, ഇങ്ങനെ മനസ്സുള്ള ഒരാളെ ഉലകത്തിലുള്ളൂ, അത് യേശു കർത്താവ് മാത്രമാണ്. അനവധി നേതാക്കന്മാർ ഈ ഉലകത്തിലുണ്ട്. ആമേൻ. അനവധി സംഹിതകൾ ഈ ഉലകത്തിലുണ്ട്. മത നേതാക്കന്മാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്. എന്നാൽ അവർക്കാർക്കുമില്ലാത്ത ഒരു ഗുണവിശേഷം യേശുവിനുണ്ട്. ഒരു നേതാവിന്റെ ക്വാളിറ്റി എന്താണ്? കൂടെ നടക്കുന്ന അണികളെ കണ്ട് മനസ്സലിയുക എന്നുള്ളതാണ്. ഒരു നേതാവിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി മനസ്സലിവുണ്ടാകുക എന്നുള്ളതാണ്. ഈ ഉലകം കണ്ട ഏറ്റവും നല്ല നേതാവ് യേശു ക്രിസ്തുവായിരുന്നു. തന്റെ കൂടെ നടന്നവരെ, തന്നെ അനുഗമിക്കുന്നവരെ കണ്ട് യേശു മനസ്സലിഞ്ഞിട്ടുണ്ട്. മനസ്സലിയുക മാത്രമല്ല, അവരുടെ കാര്യത്തിൽ യേശു ഇടപെട്ടിട്ടുണ്ട്. സൗഖ്യമാക്കേണ്ടവർ യേശു സൗഖ്യമാക്കിയിട്ടുണ്ട്. ആമേൻ. ആഹാരം കൊടുക്കേണ്ടവർക്ക് ആഹാരം കൊടുത്തിട്ടുണ്ട്. ആമേൻ. ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലും നമ്മുടെ ലോകത്തിലുമൊക്കെ ആളുകൾ മനസ്സലിവുണ്ടെന്ന് പറയും. ഞാൻ നല്ല മനസ്സുള്ളവനാന്ന് പറയും. പക്ഷേ മനസ്സലിവിന്റെ പ്രവൃത്തികൾ അവരിൽ കാണാൻ കഴിയുകയില്ല. എന്നാൽ യേശു മനസ്സലിവുള്ള ആളാണെന്ന് പറയുക മാത്രമല്ല, യേശു അത് പ്രവർത്തിച്ചു കാണിക്കുമായിരുന്നു. യേശുവിന്റെ ജീവിതത്തിൽ മുഴുവൻ യേശു മനസ്സലിവുള്ളവനെന്ന് പ്രവർത്തിച്ചു കാണിച്ചു. സുവിശേഷ ഭാഗങ്ങൾ പഠിച്ചിട്ടുള്ളവർക്കറിയാം, യേശുവിന്റെ ജീവിത യാത്രകളിൽ, ശുശ്രൂഷ യാത്രകളിൽ യേശു വഴിയോരത്തൂടെ നടന്നു പോകുമ്പോൾ വഴിയോരത്തിരുന്നു കൊണ്ട് ചിലർ അവൻ നിലവിളിക്കും, മുടന്തൻ നിലവിളിക്കും, യേശുവേ ദാവീദ് പുത്ര എന്നോട് മനസ്സലിയണമേ. ആ വാക്ക് കേട്ടിട്ട് യേശു മുഖം തിരിച്ചു പോയില്ല. യേശു അവിടെ നിന്നിട്ട് അവന്റെ കാര്യത്തിൽ കയറി ഇടപെട്ട് അവന് സൗഖ്യം
വാക്യം കൊടുക്കുവാനിടയായി. യേശു നടന്നു പോകുമ്പോൾ സ്വന്തം മകൻ മരിച്ചതിന്റെ പേരിൽ കരയുന്ന ഒരമ്മ, വിധവയായ ഒരമ്മ, ഏക മകനാണ്, ഏകജാതനാണ്. അവന്റെ കണ്ണിലേക്ക് നോക്കിയാണ് ഈ അമ്മ ആനന്ദത്തോടുകൂടെ ജീവിച്ചത്. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ തന്റെ പൊന്നോമന പുത്രൻ മരണമടഞ്ഞതറിഞ്ഞ് വേദനിച്ച് കരയുന്ന അമ്മ, അവൻ വിലാപയാത്ര വീട്ടിൽ നിന്ന് തുടങ്ങി കുടിമാടത്തിലേക്ക് പോകുമ്പോൾ എല്ലാം അവസാനിച്ചുവെന്ന് പറഞ്ഞ് നെഞ്ചുപൊട്ടി കരയുന്ന അമ്മയുടെ വിലാപയാത്രയുടെ മുമ്പിൽ യേശു കയറി നിന്നു. യേശു കയറി നിന്നത് ഡെഡ് ബോഡി കാണാനല്ല, കരയുന്ന അമ്മയുടെ കണ്ണുനീര് കണ്ട് മനസ്സലിഞ്ഞിട്ട് മഞ്ചത്തിൽ നിന്ന് അവനെ യേശു എഴുന്നേൽപ്പിച്ചു. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ സുവിശേഷ പാഠങ്ങൾ മുഴുവൻ പഠിച്ചു നോക്കിക്കൂ. രോഗികളെ യേശു കണ്ട് മനസ്സലിഞ്ഞ് സൗഖ്യം നൽകി, മരിച്ചവരെ യേശു കണ്ട് മനസ്സലിഞ്ഞ് അവരെ എഴുന്നേൽപ്പിച്ചു. യേശു മനസ്സലിവുള്ള ദൈവമാണ്. യേശു കർത്താവിന്റെ ഏറ്റവും വലിയ മനസ്സലിവ് എന്താണെന്നറിയാമോ? മാനവരാശി മുഴുവൻ പാപത്തിന്റെ പടുകുഴിയിൽ മുങ്ങിത്താഴുന്നത് കണ്ടിട്ട് സ്വന്തം ജീവനെ കൊടുത്തു എന്നുള്ളതാണ് യേശുവിന്റെ ഏറ്റവും വലിയ മനസ്സലിവെന്ന് പറയുന്നത്. മാനവരാശിയുടെ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനി എന്നോ ജാതി മത ഭേദമന്യേ മനുഷ്യനായി പിറന്നവരുടെ മുഴുവൻ പാപത്തിന് പരിഹാരം വരുത്താൻ യേശു സ്വന്തം ജീവനെ കൊടുത്തു. യേശു സ്വമൻ ചങ്കിലെ ചോര മുഴുവൻ ഊറ്റിക്കൊടുത്തു. അവൻ മാനവരാശിയെ രക്ഷിക്കേണ്ടതിന് വേണ്ടി. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു, വിശ്വസിക്കുക. നീ ഏത് ജാതിയിൽപ്പെട്ടവനാകട്ടെ, നീ ഏത് മതത്തിൽ വളർന്നവനാകട്ടെ, നീ ഏത് നിറമുള്ളവനാകട്ടെ, നീ ഏത് സംഘടനയ്ക്കകത്തുള്ളവനാകട്ടെ, യേശു ചോദിക്കുന്നത് നിന്റെ സംഘടനയല്ല, യേശു നോക്കുന്നത് നിന്റെ ജാതിയല്ല. മനുഷ്യനെ നോക്കിയിട്ട് യേശു പറയുന്നു, ഞാൻ മരിച്ചത് നിനക്ക് വേണ്ടിയാണ്, നിന്റെ പാപത്തിന് വേണ്ടിയാണ്, നിനക്ക് നിത്യത വരുത്തുവാൻ വേണ്ടിയാണ്, ഈ ലോകത്തിൽ നിന്നെ സഹായിക്കാൻ വേണ്ടിയാണ്. ഈ നല്ല മനസ്സലിവുള്ള രക്ഷകനെ തിരിച്ചറിഞ്ഞിട്ട് ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് യേശുവേ എന്നൊരു വിളി വിളിച്ചാൽ, നിന്റെ നിറം നോക്കാതെ, നിന്റെ പണം നോക്കാതെ, നിന്റെ ജാതി നോക്കാതെ, നീ ഇരിക്കുന്ന ഇടത്ത് ഇറങ്ങി വന്ന് നിന്നെ സഹായിക്കാൻ കഴിയുന്ന ഒരു യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ.